ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ അനുമതിയില്ലാതെ ഇന്റർനെറ്റിൽ പ്രചരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല. എങ്കിലും ഭയക്കേണ്ടതില്ല. പ്രശ്നം തിരിച്ചറിയുന്ന നിമിഷം ആദ്യം ചെയ്യേണ്ടത് ചിത്രം എവിടെയാണോ പ്രചരിക്കുന്നത് അവിടെ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ എല്ലായിടത്തും റിപ്പോർട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്. ഈ വിഭാഗത്തിൽ വരുന്ന കേസുകൾ പ്ലാറ്റ്ഫോമുകൾ വളരെ വേഗത്തിൽ നീക്കം ചെയ്യും. തെളിവുകൾ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യുന്നതിനോ മുൻപ് ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ട്, ലിങ്ക്, അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിയുടെ യൂസർ നെയിം എന്നിവയെല്ലാം സേവ് ചെയ്യണം. ഇതാണ് പിന്നീടുള്ള നിയമ നടപടികളുടെ പ്രധാന തെളിവ്. ചിത്രം ഗൂഗിളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഗൂഗിളിൽ നേരിട്ട് അപേക്ഷിക്കാം. ഗൂഗിളിൽ സ്ഥിരീകരിച്ചാൽ ഈ ചിത്രം സെർച്ച് റിസൾട്ടിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകും. ഈ പ്രശ്നം ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് സൈബർ ക്രൈം പോലീസാണ്. അടുത്തുള്ള സൈബർ സെല്ലിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന പോർട്ടലിലോ പരാതി നൽകാം. പരാതി നൽകിയാൽ FIR രജിസ്റ്റർ ചെയ്യും. ചിത്രം നീക്കം ചെയ്യാൻ ആധികാരിക അപേക്ഷ പ്ലാറ്റ്ഫോമിലേക്ക് അയക്കും. ചിത്രം പ്രദർശിപ്പിച്ച വ്യക്തിക്കെതിരെ കുറ്റാന്വേഷണം തുടരും. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനും കണ്ടന്റ് റിമൂവ് ചെയ്യാനും പോലീസിന് പൂർണ്ണ അധികാരമുണ്ട്. ഒരാളുടെ സ്വകാര്യത ലംഘിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരു ഗുരുതര സൈബർ കുറ്റമാണ്. ചിത്രം പ്രചരിപ്പിച്ചാൽ പാനിക്കാകേണ്ടതില്ല. സംഭവം ഒളിച്ചുവെക്കേണ്ട കാര്യവുമില്ല. നിയമവും സാങ്കേതിക സംവിധാനങ്ങളും നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ഒറ്റയ്ക്കല്ല, സമൂഹം ഇപ്പോൾ നിങ്ങൾക്കൊപ്പമാണ്.